ഗസ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പോലും തടസ്സമായിരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ചർച്ചയിലേക്ക് കടക്കും മുമ്പ് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നതിൽ ധാരണ എത്തിയിട്ടുണ്ടോ? സൈന്യത്തെ ഏൽപ്പിക്കുന്ന കാര്യം, മറ്റൊന്ന് ഹമാസിനെ നിരായുധീകരിക്കുന്ന കാര്യം, ഈ വിഷയങ്ങളിലൊക്കെ എപ്പോഴായിരിക്കും 29-ന് നടക്കുന്ന ചർച്ചയിൽ മാത്രമായിരിക്കുമോ നമുക്ക് വിവരങ്ങൾ അറിയാൻ സാധിക്കുക? എന്ത് നീക്കമാണ് നടത്തുന്നത് എന്നത് അറിയുന്നുണ്ടോ? അറബ് രാജ്യങ്ങൾ, ലോകരാജ്യങ്ങളെല്ലാം അതിനേത് രീതിയിലാണ് പിന്തുണയ്ക്കുന്നത്? എത്രത്തോളം നിരാശരാണ് എന്നതുകൂടിയാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളിൽ. ഇതിനെ നമുക്കറിയാൻ സാധിക്കും, നീണ്ട 2 വർഷം നീണ്ട ഈ വംശഹത്യയിലൂടെ രൂപപ്പെട്ടിരിക്കുന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള അനുഭവങ്ങൾ, അതിൻ്റെ ദുരന്ത ചിത്രങ്ങൾ ഇപ്പോഴും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം വളരെ ഈ യുദ്ധം പരിക്കേൽപ്പിച്ചിരിക്കുന്ന മനുഷ്യർ, ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. അവർക്കൊരു സുഖകരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രാഥമികമായിട്ടുള്ള ചികിത്സാ സംവിധാനം പോലും ഒരുക്കാൻ ഇനിയും സാധിച്ചിട്ടില്ല. 15,000 പേർക്കെങ്കിലും ഇപ്പോൾ ഗസയിൽ നിന്ന് പുറത്തു കൊണ്ടുപോയിട്ട് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിരന്തരമായിട്ട് UN നേതൃത്വവും അതോടൊപ്പം തന്നെ ലോകാരോഗ്യ സംഘടനയും ഒക്കെ ഇസ്രായേലിനോട് അപേക്ഷകൾ സമർപ്പിച്ച് കാത്തിരിക്കുകയാണ്. അവരെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു അനുമതി പോലും ഇതുവരെയും ഇസ്രായേൽ നൽകിയിട്ടില്ല. ഏതാണ്ട് മരണസംഖ്യ ഇപ്പോൾ ഈ 2 കൊല്ലത്തെ കണക്കെടുത്തു നോക്കുകയാണെങ്കിൽ 70,400ഓളമായിട്ട് ഉയർന്നിരിക്കുകയാണ്. ഇപ്പോഴും നിരവധി മൃതദേഹങ്ങൾ പല ഭാഗത്തു നിന്നും കണ്ടെടുക്കുന്ന സാഹചര്യങ്ങൾ പോലുമുണ്ട്. ഇനിയും മൃതദേഹങ്ങൾ കണ്ടെത്താതെ കിടക്കുന്ന ആയിരക്കണക്കിന് മൃതദേഹങ്ങൾ കെട്ടിട അവശിഷ്ടങ്ങൾക്കുള്ളിലുണ്ട്. അപ്പോൾ ഈ അവശിഷ്ടങ്ങളും മറ്റും നീക്കം ചെയ്യുക എന്ന ഏറ്റവും ഭാരിച്ച ആ കൃത്യത്തിലേക്ക് നീങ്ങേണ്ടതുണ്ട്. പുനർനിർമ്മാണത്തിന്റെ ആദ്യപടിയായി നടക്കേണ്ട കാര്യങ്ങളാണിത്. അതുമാത്രമല്ല, ഇപ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് അഭയാർത്ഥികളായി മാറിയിരിക്കുന്നത്. അവർക്ക് വേണ്ടി താൽക്കാലികമായിട്ടുള്ള താമസ സംവിധാനങ്ങൾ ലഭ്യമാക്കാൻ പോലും ഇനിയും അവസരം ഒരുങ്ങിയിട്ടില്ല. അവർക്ക് വേണ്ട സഹായങ്ങൾ, ഭക്ഷണം, മരുന്ന്, വെള്ളം, അടിസ്ഥാന ഉപാധികൾ, താൽക്കാലിക താമസ സംവിധാനങ്ങൾ. എന്താണിപ്പോൾ അവരുടെ ഇപ്പം ഉണ്ടായിരുന്ന ടെന്റുകൾ പോലും ഇല്ലാതായി. ഇവർക്കൊരു വീട് നിർമ്മിക്കാനോ ഇല്ലെങ്കിൽ ടെന്റ് തന്നെ കെട്ടാനോ ഉള്ള സാമഗ്രികളൊന്നും ലഭ്യമായിട്ടില്ല. അതിർത്തികൾ ആ രീതിയിലാണ് ഇസ്രായേൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. തുറക്കാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ നേരത്തെ MC പറഞ്ഞതുപോലെ ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഈ മോശം കാലാവസ്ഥ കൂടി എത്തുന്നത്. എന്താണ് ഗസയിലെ ജനങ്ങളുടെ അവസ്ഥ? പിന്നെ തീർച്ചയായിട്ടും ഈ 2 കൊല്ലത്തെ കൊടിയ യുദ്ധത്തിന്റെ ബാക്കിപത്രം ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആഞ്ഞടിച്ചിരിക്കുന്ന കാറ്റും അതോടൊപ്പം അദ്ദേഹത്തിന്റെ ലൈനിൽ ചെറിയ തകരാറുണ്ട്. MC പറഞ്ഞതുപോലെ ആ യുദ്ധത്തിന്റെ ബാക്കി പത്രം അത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും ഇത്തരത്തിൽ പ്രകൃതിക്ഷോഭമായി വന്ന് വലിയ കാറ്റായിരുന്നു. മാത്രവുമല്ല കടുത്ത തണുപ്പാണ്. ഒപ്പം തന്നെ മഴയും ഉള്ളത് വലിയ പ്രതിസന്ധിയിലേക്ക് വീണ്ടും ഗസയെ തള്ളിവിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ ദുരവസ്ഥയിലാണ് MCയെ വീണ്ടും ചേരുന്നുണ്ട്. MC തുടർന്നോളൂ. അപ്പോൾ അത്രയും ദുരിതപൂർണമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 30,000 ടെൻറ്റുകളാണ് പൂർണ്ണമായിട്ടും തകരുകയും ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് കയറി കിടക്കാൻ ഒരു ഇടം പോലും ഇല്ലാത്തൊരവസ്ഥ രൂപപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് സഹായങ്ങൾ, ഭക്ഷണം, വെള്ളം, മരുന്ന് ഉൾപ്പെടെയുള്ള സഹായങ്ങൾ, ഉപകരണങ്ങൾ ഇതൊക്കെ എത്തിക്കണമെന്ന് UN പൊതുസഭ തന്നെ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടതാണ്. UN രക്ഷാസമിതി ആവശ്യപ്പെട്ടതാണ്. അന്തർദേശീയ സമൂഹം ഒരുമിച്ച് തന്നെ ആവശ്യപ്പെട്ടതാണ്. പ്രകൃതിക്ഷോഭത്തിൽ സ്വാഭാവികമായിട്ടും ഒരു ജനതയ്ക്ക് സഹായം എത്തിക്കുക എന്നത് അന്താരാഷ്ട്ര ചാർട്ടറിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. പക്ഷെ അതുപോലും നൽകാൻ ഈ വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും ഇസ്രായേൽ തയ്യാറാകുന്നില്ല. കാരണം ഈ ഉപകരണങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഹമാസ് ദുരുപയോഗം ചെയ്യും എന്നൊരൊറ്റ വാദം നിലനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ തടയാനുള്ള നീക്കം ഉണ്ടായിരിക്കുന്നത്. റഫ അതിർത്തി തുറക്കണമെന്ന് പലവട്ടം ഈ കരാറിന്റെ ഭാഗമായിട്ടും അല്ലാതെയും ലോകം ആവശ്യപ്പെട്ടതാണ്. അതും നടപ്പായിട്ടില്ല. 160ഓളം രാജ്യങ്ങൾ പൂർണ്ണമായിട്ടും ഈ ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രത്തിന് വേണ്ടി രംഗത്ത് വന്നതാണ്. ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ഇത് നടപ്പാക്കേണ്ടത് ആര് എന്നൊരു ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നേരത്തെ നെതന്യാഹുവിനും അതോടൊപ്പം തന്നെ യോവ് ഗാലന്റിനും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. അത് മറികടക്കാൻ വേണ്ടി ഇന്നലെ വീണ്ടും ഹർജി നൽകുകയാണ് ഇസ്രായേൽ ചെയ്തത്. പക്ഷേ ഹർജി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി തള്ളിയിരിക്കുകയാണ്. അതുമാത്രമല്ല, ഈ വംശഹത്യാ നടപടികൾ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നിർദ്ദേശം കൂടിയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ പ്രത്യേക ബെഞ്ച് തന്നെ ഇന്നലെ ഉത്തരവിട്ടിരിക്കുന്നത്. എന്തായാലും ഈ സ്ഥിതിഗതികൾ മാറണമെങ്കിൽ മാനുഷികമായിട്ടുള്ള ഇടപെടൽ നടത്താൻ UN അതോടൊപ്പം തന്നെ അന്തർദേശീയ സമൂഹവും തയ്യാറാകണം. പക്ഷേ അമേരിക്കയുടെ ഭാഗത്തൊന്നും
ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് ഇല്ലാത്തത് കൊണ്ടായിരിക്കണം ഈ ജനതയുടെ ദുരിതപർവം കൂടുതൽ തീക്ഷ്ണമായ സ്വഭാവത്തിൽ തന്നെ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നത്. ധന്യ.